ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്, മസാല കൽത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനിതാ അരി പച്ചരി ഇട്ട് കൊടുത്ത് ചോറിട്ട് കൊടുത്ത് അത് ഒന്ന് പൊടിച്ചെടുത്തിട്ടായിട്ട് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നു. എല്ലാം ഇങ്ങനെ ഒരു തരമായിട്ട് ഞാൻ പരീക്ഷിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് കൽത്തപ്പം ചുട്ട് നോക്കാമെന്ന് കരുതി ഇതെൻ്റെ തന്നെ ഒരു കണ്ടുപിടുത്തമാണ്. ഇതിനു മുമ്പ് ഞാനിതുവരെ ഇങ്ങനെ ചെയ്തിട്ട, ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. കറിയൊന്നും ആവശ്യമില്ല, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ തേങ്ങയെല്ലാം ഇട്ടിട്ട് അരച്ചെടുത്ത് അതിന് വേണ്ടി ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായിട്ടാകുമ്പോൾ ഞാൻ എന്താക്കി ചെറുതായി മുറിച്ച കറിച്ചപ്പലിട്ട് കൊടുക്കുന്നു. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ കൽത്തപ്പം ചുട്ട് നോക്കണം, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. കണ്ടുപിടുത്തം പിന്നെ ഇത് മോശമായിട്ടൊന്നുമില്ല, നല്ല പാങ്ങുണ്ടായിന്. അങ്ങനെ അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു നീരുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കുന്നു. ഓരോന്ന് ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെ അതിലേക്ക് കുറച്ച് തേങ്ങ ഞാനിത് ബാക്കി വെച്ചിട്ടുണ്ടായിന്, ടേസ്റ്റ് പിന്നെയും കൂടിട്ട് എന്നിട്ട് അങ്ങനെ ആ തേങ്ങാനും ആ എണ്ണയിൽ നീരുള്ളിൻ്റെ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഞാൻ ഫ്രൈ അതിനെ ഒന്ന് ചില്ലിയിട്ട് എടുക്കുന്നുണ്ട് എണ്ണയിൽ. പിന്നെ അതിലേക്ക് ഞാൻ ചെറിയൊരു എരിവ് വേണമല്ലോ മസാല ആകുമ്പോൾ, അപ്പോൾ അതിന് വേണ്ടി ഞാനില്ലേ പിന്നെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കണ്ട, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഇടുക. പിന്നെ വേണ്ടവർക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. ചെറിയ എരിവ് മതി, മസാല കൽത്തപ്പായതുകൊണ്ട് ചെറിയൊരു എരിവ് ഉണ്ടെങ്കിൽ മതി, കറിയില്ലാതെ തിന്നാൻ. അപ്പോൾ അങ്ങനെ ഞാനതിനെ മിക്സെല്ലാം ആക്കി കൊടുത്തിട്ട് പുട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നു. കുറച്ച് തെളുപ്പിൽ വേണമെങ്കിൽ തെളുപ്പിൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഗട്ടി കേമത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ പുട്ട് ഒഴിച്ച് കൊടുക്കുക. ഞാൻ നല്ല കേമോ ആക്കിയിട്ടാണ് തെളുപ്പുമാക്കിയിട്ട് അങ്ങനെയുള്ളൊരു കൽത്തപ്പാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതിങ്ങനെ ആക്കി കൊടുക്കണം, എന്താ അടിയിലെല്ലാം പിടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ മുകളിലേക്കെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താവില്ലെങ്കിൽ കൽത്തപ്പത്തിൻ്റെ തേങ്ങ നീരുള്ളിയെല്ലാം അടിയിൽ പോയിട്ട് നിൽക്കും, മുകളിലേക്കൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഞാൻ മൂടി കൊടുത്തിട്ടുണ്ട്. മൂടി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മുരമുര ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ്, ചെറിയ ചൂടോടെ തിന്നണം, അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഞങ്ങൾ കറിയൊന്നും കൂട്ടിയിട്ട് അങ്ങനെ തിന്നതാണ്. കുറച്ചാവാനുണ്ട്, ഒരു 5 മിനിറ്റ് കൂടി വെച്ചിട്ട് ഞാനിത് തീ ഓഫാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൽത്തപ്പം ഈ കൽത്തപ്പവും ചായയെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾക്കില്ലേ തങ്ങളവിടെ പോകാനുണ്ട്. അങ്ങനെ നല്ല അടിപൊളി കൽത്തപ്പം. അങ്ങനെ തങ്ങളവിടെ പോകുമ്പോൾ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇച്ചിരി വീഡിയോ ആവുമല്ലോ ഇതെല്ലാം പിടിച്ചെങ്കിൽ തന്നിട്ട് അവിടെ നല്ല വീഡിയോ എടുത്തത്. ഇത് തങ്ങളെ പള്ളി മക്കാമുണ്ട് അവിടെ തന്നെ അപ്പുറം. അവിടെ എല്ലാം തങ്ങളെ പോരൻ്റെ ചുറ്റുഭാഗത്തെല്ലാം ഇങ്ങനെ നടക്കുമ്പോൾ ചെറിയൊരു ജാതി ചക്ക, ചെറിയ ചക്കയിൽ നമ്മളെ ദ്വീപിലെ കുജ്ജിയെല്ലാം ഇല്ല അത്രക്കുള്ള ചക്ക. തങ്ങളെ പുറക്കുള്ള ചുറ്റുഭാഗമാണ് എല്ലാം കെട്ടിയിട്ട് മേലോട്ട് ഇങ്ങനെ പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം അങ്ങ് നടന്നിട്ട് പോയി. അപ്പോൾ അതിലെല്ലാം കാണുന്നതെല്ലാം വീഡിയോ എടുത്ത് കുറേ സമയം കാത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എല്ലാം വീഡിയോ എടുത്ത് ഇത് തങ്ങളെ പൊരൻ്റെ ഗേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആഡ്സും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റെപ്പിൽ ഇരുന്ന്, അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പിൻ്റെ ഇരുന്നിട്ടാകുമ്പോൾ അവിടെ ഇത് തന്നെ ഒരു ക്വാർട്ടേഴ്സ് അല്ല, ഇത് പിന്നെ ഫ്ലാറ്റ് ഉണ്ട്. ഇത് തങ്ങളെ ഒരു മോൻ്റെ പുര തന്നെയാണ്. ഇത് തങ്ങളെ അവിടെ പള്ളിക്ക് പോകുന്ന
ഇത് കവാടാണ്. പിന്നെ അവിടെ കുറേ മാവിൻ്റെ മരമുണ്ട്. അതിൽ നിറച്ച് മാങ്ങ ഉണ്ട്. പൂത്തതും പച്ചയായിട്ടുള്ള കുറേ മാങ്ങ ഉണ്ട്. അതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തി. പിന്നെ അന്ന് താഴെ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും അവിടെ എല്ലാം ആൾക്കാരുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ്. ഇതെല്ലാം തങ്ങളെ കാണാൻ വന്ന വണ്ടികളാണ്. ഇതെല്ലാം വണ്ടിയിൽ വന്നിട്ട് ക്യൂ നിന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ 6 മണിക്ക് പുരയിന്ന് പോയിന്. 7 മണി 7:30 മണിയാകുമ്പോൾ അവിടെ എത്തിന്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഞങ്ങളെ എതിർ തന്നെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിലത്തെ ഒരു കുഞ്ഞിൻ്റെ സുന്നത്ത് കല്യാണം. അങ്ങനെ സുന്നത്ത് കല്യാണം കുളിപ്പിച്ചിട്ട് കുഞ്ഞിനെ പള്ളിക്ക് കൊണ്ടുവന്ന് ദഫ് മുട്ടിയിട്ട്. അപ്പോൾ അതും ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി. കണ്ടു നോക്കി. നല്ല പാട്ടും ദഫെല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങളത് വീഡിയോ എടുത്തതാണ്. കണ്ടു നോക്കി. അങ്ങനെ അവർ ദഫ് മുട്ടിയിട്ട് പോയി. ഇതൊരു തങ്ങളപ്പുരയാണ്. തങ്ങളോട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് തങ്ങളപ്പുരത്ത് പോയതിന് ഭാഗത്തെ ഗാർഡനും ചെടികളും എല്ലാം ഉണ്ടായതെല്ലാം ഞാനിങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. എല്ലാവരും വാട്സെല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.